ദേവേട്ടാ, ദേവേട്ടന് ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമാണോ? അവൾ വിഷമത്തോടെ ചോദിച്ചു. എൻ്റെ ചക്കി, ഞാൻ നിന്നെയും കൊണ്ട് തോറ്റു. നീ ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോ ഈ ചോദ്യം. ഇതുവരെ നിർത്താറായില്ലേ? ദേവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ദേവേട്ടന് തമാശ. എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. എൻ്റെ ഭഗവതി, ഈ മുരിക്കിൻ്റെ സ്വഭാവമുള്ള ആളെ അല്ലാതെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ആരെങ്കിലും തന്നുകൂടായിരുന്നു എനിക്ക്? ആ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നല്ലേ? ഡി മതി മതി, നീ പറഞ്ഞുകൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെന്തായാലും ഇവിടെ ഏൽക്കില്ല. എനിക്ക് എന്തായാലും ഇന്ന് പോയേ പറ്റൂ. ചക്കി പിന്നെ ഒന്നും പറയാതെ മുഖവും വീർപ്പിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ടപ്പോൾ അവനും എന്തോ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു. അവനും അവൾക്ക് പുറകെ അങ്ങോട്ട് ചെന്ന് അവളെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചു. ചക്കി, എന്താടാ, ഞാൻ പോകുന്നതിൻ്റെ വിഷമത്തിലാണോ? നിന്നെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ അമ്മാവനും അമ്മായിയും എത്രയോ വർഷങ്ങൾക്ക് ശേഷമല്ലടാ നിന്നെ കാണുന്നത്. അപ്പോൾ അവർക്ക് നീ കൂടെ വേണമെന്ന് ആഗ്രഹം കാണില്ലേ? നിനക്കുമില്ലേ അവരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹം? അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ് അവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോകും. പിന്നെ കുറച്ചു നാൾ കഴിയും അവരിങ്ങോട്ട് വരാൻ. അമ്മാവൻ്റെ അവിടെയുള്ള ബിസിനസ് എല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ചു വരാൻ. അതുകൊണ്ട് എൻ്റെ ചക്കിമോള് തൽക്കാലം വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കുക. അവർ പോയി കഴിയുമ്പോൾ നിനക്ക് അങ്ങോട്ട് വരാമല്ലോ. അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അവളിൽ ഒരു പ്രതികരണവും കാണാതായപ്പോൾ അവൻ അവളെ തിരിച്ചു നിർത്തി. അയ്യേ, എന്താ ഇത്? എൻ്റെ പുലിക്കുട്ടി കരയാ? അയ്യേ, മോശം മോശം. എന്തിനാ ചക്കി നീ വെറുതെ കരയുന്നത്? നിന്റെ കരച്ചിൽ കണ്ടാൽ തോന്നും ഞാൻ വല്ല ഗൾഫിലേക്കുവാ പോകുന്നതെന്ന്. ഇത് ചക്കി, നീ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. അവൻ ചൂണ്ടുവിരലിനാൽ അവളുടെ മുഖം ഉയർത്തി. അമ്മാവനും അമ്മായിയും പോകുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നീ ഇവിടെ നിന്ന് വണ്ടി കയറിക്കോ. എന്താ, അതുപോരെ? എനിക്കും പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. കുറേയായി ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു. എനിക്കറിയാം ഈ മനസ്സ് മുഴുവനും ഞാനാണെന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ദേവേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. ഒരു നിമിഷത്തേക്കിലാണെങ്കിൽ പോലും ദേവേട്ടനെ പിരിയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഒരാഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക്... അത്രയും പറഞ്ഞ് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ചക്കി, നീ വെറുതെ ഇനി കരയാതെ. കരഞ്ഞു കരഞ്ഞ് ഇനി ഓരോന്നും വരുത്തി വെക്കല്ലേ. ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ലല്ലോ. നീ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും. നീ അമ്മുവായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിന്നെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചു. നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ നീ ഇല്ലാതെ പറ്റില്ല എന്നായി. നീ തന്നെയാണ് എൻ്റെ ചക്കിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. നിന്നെ ഇനി ഒരിക്കലും പിരിയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിപ്പോൾ പോയേ മതിയാവൂ. അതുകൊണ്ട് എൻ്റെ ചക്കിമോള് നല്ല കുട്ടിയായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ ഇരിക്കും. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് മൂർധാവിൽ ചുംബിച്ചു. തിരിച്ച് അവളുമായി റൂമിലേക്ക് നടന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവൻ നോക്കുമ്പോൾ ഇമ വെട്ടാതെ തന്നെ നോക്കിയിരിക്കുന്ന തൻ്റെ പ്രിയതമയെ കണ്ടു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ നോട്ടത്തിൻ്റെ തീവ്രത താങ്ങാനാവാതെ അവൾ തല താഴ്ത്തി. അവൻ അവളെ പൊക്കിയെടുത്ത് ഡ്രസ്സിംഗ് ടേബിളിലിരുത്തി. അവളുടെ നോട്ടം താഴേക്കായിരുന്നു. അപ്പോഴും അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകൾ അവനെ മറ്റൊരു ലോകത്തിലെത്തിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഒടുവിൽ തൻ്റെ ഇണയെ കണ്ട സന്തോഷത്തിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ ചുംബനത്തിൽ അവൾ ലയിച്ചു നിന്നു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ രണ്ടുപേർക്കും ശ്വാസം വിലങ്ങുതടിയായപ്പോൾ അവൻ അവളെ മോചിപ്പിച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ തല കുനിച്ചു നിന്നു. അവളുടെ മുഖം നാണത്താൽ ചുവന്നു. ചക്കി, ചക്കി, നീ എൻ്റെ മുഖത്തേക്ക് നോക്കിയേ. അവൾ ഇല്ലെന്ന് മൂളി. അതെന്താ? നിനക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അത് ചിലപ്പോൾ ശരിയാവില്ല. ഞാൻ ദേവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് അവൾ പറഞ്ഞു വന്നത് പകുതിക്ക് നിർത്തി. നോക്കിയാൽ എന്താ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ദേവേട്ടൻ മാറിക്കേ. അവൾ പോകാനായി ടേബിളിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. ആഹാ, പറയാതെ ഞാൻ വിടില്ല. ദേവേട്ട, വീട് പ്ലീസ്. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. ഇല്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിടില്ല. എൻ്റെ ചക്കി പറയാൻ വന്നത് മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതി. അവൻ അവളെ കൈകൊണ്ട് ലോക്ക് ചെയ്തു. ദേവേട്ട, എന്തീ കാണിക്കുന്നേ? താഴെ എല്ലാവരും തിരക്കും, എന്നെ വിട്ടെ, എനിക്ക് പോകണം. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. വിടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വെക്കോ.
അത് എനിക്ക് എനിക്ക് ദേവേട്ടൻ്റെ കണ്ണിലോട്ട് നോക്കാൻ പേടിയാണ്, അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു. അതെന്തിനാ നീ പേടിക്കുന്നത്? എൻ്റെ കണ്ണെന്താ പല പ്രേതത്തിൻ്റെ ആണോ? അതല്ല, ദേവേട്ടൻ്റെ കണ്ണിൽ എന്തോ കാന്തികതയുണ്ട്. ആ കണ്ണിലോട്ട് നോക്കുമ്പോൾ ഞാൻ ഉരുകി ഇല്ലാതാവുന്നത് പോലെ തോന്നുക. ആഹാ, എൻ്റെ കണ്ണിന് അങ്ങനെ ഒരു ശക്തിയുണ്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ട, എന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇതിപ്പോൾ ഒന്നും തോന്നിയതല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അതല്ലേ ഞാൻ ആദ്യമൊക്കെ ദേവേട്ടയിൽ നിന്ന് ഒഴിഞ്ഞു നടന്നത്, മുഖത്ത് നോക്കാതെയൊക്കെ സംസാരിച്ചത്. എന്നെ ദേവേട്ടിലേക്ക് അടുപ്പിച്ചത് ആ കണ്ണുകളാണ്. അത്രയും പറഞ്ഞ് അവൾ അവൻ്റെ കണ്ണുകളിൽ ഉമ്മ വെച്ചു. ഇനി എന്നെ വിട്, ഞാൻ പറഞ്ഞില്ലേ. അവൻ ഇല്ലെന്ന് തലയാട്ടി. ദേവേട്ട് പ്ലീസ് വിട്, ഇനിയും നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരും. ശരി, വാ താഴേക്ക് പോകാം. അവൻ അവളെ വിട്ട് കട്ടിലിനടുത്തേക്ക് നടന്നു. അവിടെ എടുത്തു വെച്ച ബാഗുമായി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. അവളുമായി താഴേക്ക് നടന്നു. എന്താ മോനെ ഇത്? എത്ര നേരമായി ഇവിടെ എല്ലാവരും നിങ്ങളെ നോക്കി നിൽക്കുന്നു. നിനക്കെന്താ പോണോന്നൊന്നുമില്ലേ? ഇപ്പോൾ തന്നെ സമയം എന്തായി നോക്കിക്കേ. ഗായത്രി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? ദേ ഇവളാ കാരണം. ഇന്നലെ മുതൽ തുടങ്ങിയതാ മുഖവും വീർപ്പിച്ചുള്ള നടപ്പ്. എന്തെങ്കിലും ചോദിച്ചാ ഒന്നും പറയുന്നുമില്ല, ദേവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഡാ മതി മതി, നീ എൻ്റെ മോളെ കളിയാക്കിയത്. നീ പോകുന്നതിൻ്റെ സങ്കടം കൊണ്ടല്ലേ? ഗായത്രി അവളെ സപ്പോർട്ട് ചെയ്തു. കൊള്ളാം, ഇപ്പോൾ അമ്മയും മരുമോളും ഒറ്റക്കെട്ട്, ഞാൻ പുറത്ത്, അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദേവാ, ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ ബസ് അതിൻ്റെ പാട്ടിന് പോകും കേട്ടോ, വിശ്വനാഥൻ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ വൈകുന്നൊന്നുമില്ല, അമ്മാവൻ്റെ മോളാ എല്ലാത്തിനും കാരണം. അവൾ പറയുവാ എന്നോട് പോകണ്ട എന്ന്. ആണോ മോളെ? ദേവനോട് പോകണ്ടെന്ന് പറഞ്ഞോ? വിശ്വനാഥൻ അവളോട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി പേടിപ്പിച്ചു. അച്ഛനറിയാം അവൻ പോകുന്നതിൽ എൻ്റെ മോൾക്ക് സങ്കടമുണ്ടെന്ന്. അച്ഛനും അമ്മയും എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകും. പിന്നെ എന്തായാലും പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് മോളോട് ഒരാഴ്ച ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറഞ്ഞത്. എനിക്കും നിന്റെ അമ്മയ്ക്കും നിന്നെ കണ്ടു കൊതി തീരും മുന്നേ ഞങ്ങൾക്ക് നിന്നെ നഷ്ടമായി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് നിന്നെ തിരിച്ചു കിട്ടിയതല്ലേ, ഞങ്ങൾക്ക് ആഗ്രഹം കാണില്ലേ നിന്റെ കൂടെ ഇരിക്കാൻ? അയാൾ നിറഞ്ഞു വന്ന കണ്ണുനീർ ആരും കാണാതെ തുടച്ചു. എനിക്കറിയാം അച്ഛേ, എനിക്കും നിങ്ങളുടെ കൂടെ കുറേ നേരം ഇരിക്കണം. പക്ഷേ ദേവേട്ടൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ചെറിയൊരു സങ്കടം, അതാ. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ദേവേട്ടനും എല്ലാവരുമായിട്ട് ഒരുമിച്ച് കഴിയണം. അതൊക്കെ നമുക്ക് പരിഗണിക്കാട്ടോ. ഇനിയും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. അമ്മാവാ, വേഗം വരാൻ നോക്ക്, ദേവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവനും അവളെ നോക്കി നിന്നുപോയി. മതി മതി, രണ്ടും കൂടി കണ്ണും കണ്ണും നോക്കിയത്. ദേവാ വാ, നിന്നെ ബസ് സ്റ്റാൻഡിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ. കുറേ നാളായില്ലേ അങ്ങോട്ടൊക്കെ ചെന്നിട്ട്. വിശ്വനാഥൻ അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ബാഗും വാങ്ങി മുന്നോട്ട് നടന്നു. ദേവൻ അവളെ നോക്കിയപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ അവളെ നോക്കി പോട്ടെ എന്ന് കണ്ണു കാണിച്ചു. അവൾ അവനെ നോക്കി തലയാട്ടി. അവൻ്റെ കാർ കണ്ണിൽ നിന്നും മായുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു. എടാ, ആ ദേവൻ, അവൻ ബാംഗ്ലൂർക്ക് പോയെന്നറിഞ്ഞു. അവൻ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. ശിഖ, അവൾ മേലെടുത്ത് തന്നെയുണ്ട്. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു രാഹുൽ? ഞാൻ അവളെക്കുറിച്ച് അറിയാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ ശ്രമിച്ചു, പക്ഷെ ഒരു വിവരവും അറിയാൻ പറ്റിയില്ല. നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? എടാ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? താങ്ക്സ് ഡാ, നീയെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. പക്ഷെ അർജുൻ, നിനക്ക് തോന്നുന്നുണ്ടോ ശിഖ അവളെ നിനക്ക് കിട്ടുമെന്ന്? അറിഞ്ഞിടത്തോളം അവൻ ആ ദേവൻ ചില്ലറക്കാരനല്ല. പിന്നെ നിന്റെ അച്ഛനാണ് പ്രതാപനെന്നറിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. പണ്ട് ശിഖയെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്തത് നിന്റെ അച്ഛനാണെന്നറിഞ്ഞാൽ പിന്നെ അവൾ നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതൊക്കെ എനിക്കറിയാൻ രാഹുൽ, പക്ഷേ എനിക്കവളെ വേണം. പണ്ട് തൊട്ടേ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നത് അവളെ. അന്ന് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വെച്ച് അവളെ കണ്ടപ്പോൾ ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് അവളുടെ മറുപടി അറിയാനാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷേ അവളുടെ കല്യാണം കഴിഞ്ഞു അറിഞ്ഞപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ മനസ്സിനെ എല്ലാം പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് അവൾ ആ വിശ്വനാഥൻ്റെ മകളാണെന്ന് അറിഞ്ഞത്. പിന്നെ ഒരു വാശിയായിരുന്നു. അവളെ ഇനി വിടില്ല എന്ന് തീരുമാനിച്ചു.
ഒന്നനങ്ങാൻ പോലും പറ്റാതെ എൻ്റെ അച്ഛൻ കിടക്കുന്നത് കാണുമ്പോൾ അവരെയെല്ലാം കൊല്ലാനുള്ള ദേഷ്യം വരും. പക്ഷേ ഞാനിനി പകരം ചോദിക്കാൻ പോകുന്നത് അവളെ വെച്ചിട്ടാണ്. അവൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ എന്താ നിന്റെ പ്ലാൻ? ദേവൻ. അവനെ തന്നെ ആദ്യം ഇല്ലാതാക്കണം. അവനില്ലാതായാൽ എളുപ്പത്തിൽ അവളെ സ്വന്തമാക്കാൻ പറ്റും. ഞങ്ങൾക്കിടയിൽ തടസ്സമായി അവനുണ്ടാകാൻ പാടില്ല. ബാംഗ്ലൂർക്ക് പോയ അവനിനി ജീവനോടെ തിരിച്ചു വരില്ല. അവനെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു.